നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സക്സസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ എൻട്രി തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മാരുതി സുസുക്കിയുടെ ഒരു മൊണോപ്പൊളി അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചാണ് 2024 ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാക്കിയ ഒരു മോഡൽ. ഏകദേശം 2,20,311 യൂണിറ്റുകൾ 2024 കലണ്ടർ വർഷം പുറത്തിറങ്ങുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊട്ട് താഴെ നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ ഒരു പൊൻതൂവൽ എന്നൊക്കെ നമുക്ക് പറയാം, വാഗണാറാണ്. 1,90,855 യൂണിറ്റുകളാണ് വാഗണാർ 2024 കലണ്ടർ വർഷം പുറത്തിറങ്ങിയത്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് 2,20,311 യൂണിറ്റുകൾ, അത്രയും യൂണിറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിരത്തുകളിലേക്ക് വന്നു. ഇത് നിസ്സാര കാര്യമല്ല. ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർമ്മിക്കുന്ന, ലോക്കലൈസ് ആക്കി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അഫോർഡബിൾ പ്രൈസിൽ വാഹനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മൊത്തം കീഴടക്കി നിൽക്കുന്ന മാരുതിയെ തറ പറ്റിച്ചത് പഞ്ചിലൂടെയാണ്. അത് ടാറ്റ മോട്ടോഴ്സിന് അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാത്തിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു അപ്ഗ്രഡേഷൻ പ്ലാറ്റ്ഫോമിലോ എൻജിനിലോ ഗിയർ ബോക്സിലോ ഒന്നും വരുന്നില്ല. അത്തരത്തിൽ ഒരു അപ്ഡേഷൻ വരാത്തിടത്തോളം കാലം ഇതിനെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ്. എൻജിൻ ഇവിടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2024 ഒക്ടോബർ മാസം, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 18 ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിന് കുറച്ച് ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് കുറച്ച് വേരിയൻറ്റ് അവരെടുത്ത് കളഞ്ഞു, കുറച്ച് വേരിയൻറ്റ് അവർ എക്സ്ട്രാ ആഡ് ചെയ്തു. ഇതെല്ലാം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മാർക്കറ്റ് പിടിക്കുക എന്നുള്ള രീതിക്കാണ്. പഞ്ചിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതായത് 7 ഇഞ്ചിൻ്റെ വളരെ ലാഗി ആയിട്ടുള്ളൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം. ഇത്രയധികം പണം കൊടുത്ത് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിനകത്തുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അതിനനുസരിച്ചിട്ടുള്ളൊരു നിലവാരത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നിലവാര തകർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന ഒരു സൺറൂഫ് വെച്ചിട്ടുള്ളൊരു വേരിയൻറ്റ് എന്നുള്ള രീതിക്ക് അത്തരത്തിലുള്ളൊരു വേരിയൻ്റൊക്കെ ഇവർ കൊണ്ടുവന്നത്. പ്യുവർ, അതുമാത്രമല്ല അഡ്വഞ്ചർ എസ്, അങ്ങനെയുള്ള പുതിയ പുതിയ കുറച്ച് വേരിയൻറ്റ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺറൂഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ പോലും എല്ലാ ബയേഴ്സിനും സൺറൂഫ് വേണമെന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്ക് സൺറൂഫ് ആവശ്യമുണ്ട്, എന്നാൽ സൺറൂഫ് ഒട്ട് ഉപയോഗിക്കുന്നുമില്ല. അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ എസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൻ്റെ കൂടെ അവർ എസ് എന്ന് ചേർക്കും. അതിൻ്റെ അർത്ഥം സൺറൂഫ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്ന പഞ്ചിൻ്റെ ബേസ് വേരിയൻറ്റിന് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ് മുതൽ സൺറൂഫ് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനത് കൺഫേം ചെയ്യുന്നില്ല. ഈ വാഹനത്തിൻ്റെ ചേഞ്ചുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കോസ്മെറ്റിക് ചേഞ്ചുകൾ ഒരുപാട് വരും. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും ഇനി ഒരേപോലത്തെ ഫ്രണ്ട് ഫേഷ്യായിരിക്കും. കാരണം ഇപ്പോൾ നിലവിലുള്ള നെക്ക് സോണിൻ്റെയൊക്കെ ആ ഫ്രണ്ടിനോട് സാദൃശ്യം തോന്നത്തക്ക രീതിയിലുള്ളൊരു ഫ്രണ്ട് ഫേഷ്യായിരിക്കും ഇനി വരാൻ പോകുന്ന പഞ്ചിന്. അത് മാത്രമല്ല ബാക്കിലത്തെ ടെയിൽ ലൈറ്റിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബാക്കിലെ ബമ്പർ റീഡിസൈൻ ചെയ്യും. അത് മാത്രമല്ല കാര്യമായിട്ടുള്ള ബമ്പറിൽ ചേഞ്ച് വരുന്നത് ഫ്രണ്ടിലായിരിക്കും. ബാക്കിൽ മൈനർ ആയിട്ടുള്ള ചില ചേഞ്ചുകൾ മാത്രമായിരിക്കും വരുന്നത്. സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് സച്ച് വലിയ ചേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് നിലനിർത്തും. അത് മാത്രമല്ല അലോയ് വീലിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഈ മൈനർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹെഡ് ലൈറ്റിലും ബ്രേക്ക് ലൈറ്റിലുള്ള ചേഞ്ചുകൾ, ബമ്പറിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ, അലോയ് വീൽ തീർച്ചയായിട്ടും മാറും. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 10.25 ഇഞ്ചിൻ്റെ മാസീവ് ആയിട്ടുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരും. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ളൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും. അത് മാത്രമല്ല ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തീർച്ചയായിട്ടും ടോപ്പ് എൻഡ് ലെവലിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ടിൽ ആംറസ്റ്റ് തീർച്ചയായിട്ടും കൊടുക്കും. ബാക്കിലേക്ക് റിയർ AC വെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് മാത്രമല്ല ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വെൻറ്റിലേറ്റഡ് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനത്തെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും ടാറ്റ മോട്ടോഴ്സ് ശ്രമിക്കുന്നത്. ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷനിലേക്കാണ്. കാരണം 1.2 3 സിലിണ്ടർ റവട്രോൺ എഞ്ചിനാണ്. കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഈ ഒരു എഞ്ചിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2021 ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലൊരു അപ്ഡേഷൻ ഇതിൻ്റെ എഞ്ചിന് വന്നിട്ടുണ്ട്. അത് റിഫൈൻമെൻറ്റ് ലെവലിലാണ്, കുറച്ചും കൂടെ റിഫൈൻഡ് ആക്കി മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CNGയിൽ അവൈലബിൾ ആണ്, EVയിൽ ഒരു വാഹനം അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് അതിലുണ്ടാക്കും. അത് തീർച്ചയാണ്. കാരണം ഈ എഞ്ചിനൊരു റിഫൈൻമെൻറ്റ് കൊണ്ടുവരും, എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. AMD ട്രാൻസ്മിഷൻ തന്നെ നിലനിർത്തും. CVT ഒന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ AMDയിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും കമ്പനി ശ്രമിക്കുന്നതായിരിക്കും. മൊത്തത്തിൽ ഈ ഒരു വാഹനത്തെ ചെറിയ ചെറിയ ചേഞ്ചുകളും ആവശ്യമുള്ള ഫീച്ചേഴ്സും കൊടുത്ത് ഫ്രണ്ട് ഫേസ് മാറ്റിയിട്ട് ഈ ഒരു വാഹനത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ, ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുപോകാൻ കമ്പനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള രീതിയിലുണ്ടാകില്ല. ഒരു 15 to 17,000 ഒരു ഡിഫറൻസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ടിയാഗോയ്ക്കും ടിഗോറിനും മൈനറായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അപ്ഡേഷൻ, എന്നാൽ അതിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പനോരമിക് സൺറൂഫ് ഒന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എഞ്ചിൻ റിഫൈൻമെൻറ്റ്, പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുമാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റ്, കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകൾ, ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഇല്ലെന്നുണ്ടെങ്കിലും കളർ തീമിലും പാറ്റേണിലും ചേഞ്ച് ഉണ്ടായിരിക്കും. സീറ്റിൻ്റെ ഫാബ്രിക്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും 2025 ജനുവരി 17 ആരംഭിക്കുന്ന ഭാരത് ഗ്ലോബൽ മൊബിലിറ്റി എക്സ്പോ ഷോയിൽ ഈ ഒരു വാഹനത്തിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 2024 ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു വാഹനം എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് മികച്ചൊരു അപ്ഡേഷൻ ലഭിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും എഞ്ചിൻ എത്രത്തോളം റിഫൈൻമെൻ്റ് ആകുന്നു എന്നുള്ളതാണ്. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.